ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ജീവിതപ്പടകിൽ യേശു വരിക. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വന്ന് കയറുക. യേശു അവിടെ ഇരുപ്പുറപ്പിക്കുക. യേശു നമ്മുടെ ജീവിതമാകുന്ന പടകിനെ നിയന്ത്രിക്കുക. അതെത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ ഭാഗ്യകരവുമാണ്. നമ്മെ നിയന്ത്രിക്കാൻ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ നിത്യ തേജോമയനായ ദൈവം നമ്മുടെ ഉള്ളിൽ വരിക. ഈ അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ചവനും ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവനുമായ നിയന്ത്രിക്കുന്നവനുമായ സർവശക്തനായ, സർവവല്ലഭനായ, സർവവ്യാപിയായ, സർവലോക ജഗം നിയന്താവായ ജീവനുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ വരിക. എത്ര ഭാഗ്യമാണത്, എത്ര ശ്രേഷ്ഠമാണത്, എത്ര ഉന്നതമാണത്. അതല്ലേ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുന്ന ഭാഗ്യമാണെന്ന് അനുഭവമുള്ളവർ പറയുന്നത്. പലരും ചിന്തിക്കും, യേശുവിന് വേണ്ടിയൊക്കെ ജീവിതം വേറെ ചെയ്യുന്ന ഇതിനത്രയും വലിയ കാര്യം. അതേ പ്രിയരെ, അത്യുന്നതനായ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും, പാർക്കും, നമ്മെ നയിക്കും, നമ്മെ നിയന്ത്രിക്കും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന അലമാലകളെയും തിരമാലകളെയും യേശു ശാന്തമാക്കുകയും ചെയ്യും. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ യേശു നിൽക്കുകയായിരുന്നു. ജനം യേശുവിൻ്റെ വചനം കേൾക്കാൻ തിക്കിത്തിരക്കി വന്നു. ജനം തിക്കിത്തിരക്കുകയിൽ യേശു നോക്കുമ്പോൾ 2 പടക് കരയ്ക്ക് കിടക്കുന്നത് കണ്ടു. പിന്നീട് യേശു അവയിൽ ഒന്നിൽ ശീമോനുള്ളതായ പടകിൽ യേശു കയറി. എന്നിട്ട് യേശു ശീമോനോട് പറഞ്ഞു, കരയിൽ നിന്ന് ഒരല്പം നീക്കണമെന്ന്. അതെ, യേശു നമ്മുടെ ജീവിതപ്പടകിൽ വന്നാൽ നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരും, ചില ഉപദേശങ്ങൾ തരും, ചില നല്ല വഴികൾ കാണിച്ചു തരും, ചില തിരുത്തലുകൾ തരും, ചില രൂപാന്തരങ്ങൾ തരും. എല്ലാം പ്രവർത്തിക്കുന്ന കർത്താവാണ്. നമ്മെ തിരഞ്ഞെടുക്കുകയും നമ്മെ വിളിക്കുകയും നമ്മെ വേർതിരിക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് നമ്മെ തിരുത്തുകയും ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് തിരുത്തലുകളും ശുദ്ധീകരണവും എന്നുള്ളത്. പലപ്പോഴും പല ദൈവമക്കളും മറന്നുപോകുന്നതും അവഗണിച്ചു കളയുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിലെ ശുദ്ധീകരണം. ജീവിതത്തിൽ തിരുത്തലുകൾ വരിക, ജീവിതത്തിൽ നീക്കുപോക്കുകൾ വരുത്തുക, ജീവിതത്തിൽ കൊടുത്തു തീർക്കുക, ജീവിതത്തിൽ മറ്റുള്ളവരുമായി, അകൽച്ചയുള്ളവരുമായി ക്ഷമ ചോദിച്ച് നിരപ്പാക്കുക. ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. ഇതാരെയും ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല. ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിശുദ്ധീകരണം എന്നുള്ളത്. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിലുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. തിരുവചനത്തിലുണ്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. എല്ലാം സൂചിപ്പിക്കുന്നത് രക്ഷ എന്ന പടിവാതിലിലൂടെ, ആ അനുഭവത്തിലൂടെ നാം ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിലും അതൊരു പ്രവേശനമേ ആവുന്നുള്ളൂ. ഒരു പ്രവേശന പരീക്ഷ പാസ്സായി, പക്ഷെ അതുകൊണ്ട് പഠനം പൂർത്തിയായിട്ടില്ല. പഠനം കിടക്കുന്നു. ഡിഗ്രികൾ കൈവശമാക്കേണ്ടതുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും, അനുദിനവും, അനുനിമിഷവും രൂപാന്തരം നടക്കേണ്ടതുണ്ട്. അതാണ് കർത്താവ് ശീമോനോട് പറഞ്ഞത്, ശീമോനെ, നിന്റെ പടകിൽ ഞാൻ വന്നു, നീ ഒരു കാര്യം ചെയ്യണം, നീ ഇനി കരയിൽ നിന്നൊരൽപ്പം നീക്കണം. നിനക്ക് കരയോട്, ഈ ലോകത്തോട്, ഈ ലോകത്തിലെ ചില ഇമ്പങ്ങളോട്, ഈ ലോകത്തിൻ്റെ ചില സ്വാധീനങ്ങളോട് നിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റണം. കർത്താവിന് സ്തോത്രം. കര, അത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കര എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ സൂചിപ്പിക്കുന്നു. കര എന്ന് പറയുമ്പോൾ
ഒരുപക്ഷെ ചില പാപപ്രവൃത്തികളാകാം. ശീമോന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ പ്രകടമായ ചില പാപങ്ങളായിരിക്കണം എന്നില്ല. നമ്മുടെ ചിന്തയിലൂടെയോ വിചാരത്തിലൂടെയോ മനോഭാവത്തിലൂടെയോ ആഗ്രഹങ്ങളിലൂടെയോ മോഹങ്ങളിലൂടെയോ ആക്ഷൻസിലൂടെയോ റിയാക്ഷൻസിലൂടെയോ കടന്നു പോകുന്നതാകാം. ഏതായാലും പാപം പാപം തന്നെ. ഞാൻ പ്രകടമായൊരു പാപവും ചെയ്യുന്നില്ല, എൻ്റെ ഹൃദയത്തിലൂടെ കുറച്ച് കാര്യങ്ങളെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാനില്ല. ദൈവസന്നിധിയിൽ പുറമേയുള്ളതും അകമയുള്ളതും ദൈവസന്നിധിയിൽ ഒരുപോലെ ഗൗരവമുള്ളതാണ്. സഹോദരങ്ങളെ, കരയിൽ നിന്ന് അല്പം നീക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സത്യമായ ഒരു മാനസാന്തരം വരുമ്പോൾ നാം ആർക്കെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടോ? കൊടുത്തു തീർക്കണം. ഞാൻ മാനസാന്തരപ്പെട്ടു, അതോടുകൂടി എല്ലാം തീർന്നു, ഇനി ഒന്നും കൊടുത്തൊന്നും തീർക്കണ്ട. അതല്ല ക്രിസ്തീയ ജീവിതം. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സ്നാനത്തോടുകൂടി എല്ലാം കുഴിച്ചിടപ്പെട്ടു, ഇനി ഞാൻ ഒന്നും തിരുത്തേണ്ട ആവശ്യമില്ല. അതല്ല ക്രിസ്തീയ ജീവിതം. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ എൻ്റെ സകല പാപത്തിനും പരിഹാരം വരുത്തി, അതുകൊണ്ട് ഇനി ഞാനൊന്നും ചെയ്യേണ്ടതില്ല, ഞാനൊന്നും കൊടുത്തു തീർക്കണ്ട, അന്യന് അവകാശമുള്ളതൊക്കെ കയ്യിരുന്നോട്ടെന്ന് വിചാരിക്കുന്നത് അല്ല ക്രിസ്തീയ ജീവിതം. അതല്ല. സക്കായിയോട് കർത്താവ് പറഞ്ഞില്ല. സക്കായി യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ തന്നെ സക്കായി പറയുകയാണ്, സക്കായിയോ നിന്നു. കർത്താവേ, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ട്, ഞാൻ അന്യായമായി സമ്പാദിച്ചിട്ടുണ്ട്. സക്കായിയോട് യേശു പറഞ്ഞു, അങ്ങനെ സക്കായിയെ, നീ ഒത്തിരി സമ്പാദിച്ചു, നീ ക്രൂരകരമായി നീ ടാക്സ് പിരിച്ചു, ജനത്തെ ഞെക്കിപ്പിഴിഞ്ഞു. ഇതൊന്നും യേശു പറഞ്ഞതായിട്ട് കാണുന്നില്ല. അതേ പ്രിയരെ, യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് പാപബോധം തരും. യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുതാപം തരും. യേശുവിൻ്റെ വചനം നമുക്ക് പാപബോധം തരും, തിരുത്താനുള്ള ആഹ്വാനം തരും. കൊടുത്തു തീർക്കണം. അന്യന് അവകാശമുള്ളത് കൈവശം ഇരിക്കരുത്. മോനെ, നീ അനേകരെ വഞ്ചിച്ച്, അനേകരെ പറ്റിച്ച്, നീ അനേകരെ നിന്റെ കഴിവുകൊണ്ടും നിന്റെ വാക്സാമർത്ഥ്യം കൊണ്ടും നീ അവരെയെല്ലാം കബളിപ്പിച്ച്, അവരെയെല്ലാം കൺവിൻസ് ചെയ്തെന്ന് പറഞ്ഞ് നീ അന്യന് അവകാശമുള്ളത് കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? മകനെ, തെറ്റാണ്. തിരുത്തുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ 19-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഒരു ദൈവവേദലാണ്. എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടുമല്ല, എൻ്റെ ഒരു മേന്മ കൊണ്ടുമല്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്ന ദൈവം എന്നോട് കരുണ കാണിച്ചു. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ മാനസാന്തരപ്പെട്ട ആദ്യകാലങ്ങളിൽ വെറും 19 വയസ്സ് മാത്രമുള്ള ചോരത്തുള്ളപ്പോൾ യൗവനക്കാരനായ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് പാപബോധം തന്നു. ഞാൻ 4 വയസ്സോ 5 വയസ്സോ പ്രായമുള്ളപ്പോൾ വഴിയരിയിൽ കിടന്നെടുത്തതായ ഒരു കശുമാങ്ങ, അതിൽ നിന്നും കശുവണ്ടി ഇരിഞ്ഞെടുത്തു, കാഷ്യൂനട്ട്. അത് തെറ്റാണെന്നൊരു തോന്നലുമില്ല. അന്ന് ഒരു ദരിദ്ര കുടുംബത്തിൽ, ഒരു നേരത്തെ ആഹാരത്തിന് വിഷമമുള്ള കുടുംബത്തിൽ ജനിച്ച എനിക്ക് വഴിയിൽ കിടന്ന് കിട്ടിയ കശുമാങ്ങ അത് കഴിക്കണം. ആ കശുവണ്ടി എടുത്ത് ഞാൻ പോക്കറ്റിൽ ഇരിഞ്ഞിട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. 4 വയസ്സിൽ നിന്നും 19-ാമത്തെ വയസ്സിൽ വന്നു. ദീർഘമായ 15 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ അത് കർത്താവ് ഒരു സിനിമാ സ്ക്രീനിൽ കാണുന്നത് പോലെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലും ഫാദറിൻ്റെ അനിയന്മാരുടെയും ഫാദറിൻ്റെ പെങ്ങന്മാരുടെയും വീട്ടിലൊക്കെ പോയപ്പോൾ, അയൽവക്കത്തെ വീട്ടിൽ പോയപ്പോൾ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത പെൻസില്, പേന, ചില നാണയത്തൊട്ടുകൾ എല്ലാം കർത്താവ് എനിക്ക് ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ കാണിച്ചു തന്നു. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നു, മോനെ, തിരുത്തണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം, പിശാച് അവകാശം പറയുന്നതിൻ്റെ കൈവശം ഇരിക്കരുത്. എൻ്റെ പ്രിയരെ, ഞാൻ ഓരോ വീടുകളിലും ആ ചെറുപ്രായത്തിൽ പോയി. അയൽവക്കത്തെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു കള്ളനാണ്. നാട്ടുകാരുടെയും സ്വന്തക്കാരെയും വീട്ടുകാരെയും എടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു കള്ളനാണ്. അവർ അത്ഭുതത്തോടെ എന്നെ നോക്കി. ഞാനൊരു കള്ളനാണെന്ന് അവർക്ക് ഒരു ബോധ്യവുമില്ല. ഞാൻ ചെയ്തത് ബാങ്ക് മോഷണം നടത്തിയില്ല, ജ്വല്ലറി കുത്തി തുറന്നില്ല, എൻ്റെ പ്രിയരെ മറ്റൊന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ചെയ്ത ഒരു നാണയമാകട്ടെ, ഒരു കശുവണ്ടിയാകട്ടെ, ഒരു പേനയാകട്ടെ, പെൻസിലാകട്ടെ, എനിക്ക് അവകാശമില്ലാത്തത് എൻ്റെ കൈവശം വന്നാൽ അത് പിശാചിന് അവകാശമുള്ളതായി തീരും.
നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് അവകാശമില്ലാത്തൊരു നാണയത്തൊട്ടോ ഏതെങ്കിലും വസ്തുവകളോ നിങ്ങളുടെ കൈവശം വന്നാൽ അത് നിങ്ങളുടെ മേൽ പിശാചിന് അവകാശമുള്ളതാകും. പിശാചിനങ്ങളിൽ സ്വാധീനം ചെലുത്തും. പിശാചിന് സ്വാധീനം പറയും. കൊടുത്തു തീർത്തുകൊള്ളുക, കൊടുത്ത് തീർത്തുകൊള്ളുക. മകനെ, അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. സർക്കാർ ജോലി ചെയ്യുന്നവര് സർക്കാർ മാന്യമായ ശമ്പളവും ലീവും എല്ലാം കൊടുക്കുന്നുണ്ട്, ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ സാധാരണ പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു കാര്യം ചെയ്തു കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി വാങ്ങുന്നത് ന്യായമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, ചോദിച്ചു വാങ്ങുന്നവരുണ്ട്. പക്ഷേ അറിയുന്നുണ്ടോ, അവർ തലമുറകൾക്ക് ശാപമാണ് വരുത്തി വയ്ക്കുന്നതെന്ന്. അവര് അന്യായമായി സമ്പാദിക്കുകയാണ്, അർഹതയില്ലാത്ത നേടുകയാണ്. തെറ്റാണ് പ്രിയരെ, തിരുത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ തലമുറകൾക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല, ചോരും. മോനെ, നീ 10,000 രൂപ കൈക്കൂലിയായിട്ട് നേടിയാൽ അത് തിരുത്തിയില്ലെങ്കിൽ നിന്റെ കാലത്തോ നിന്റെ തലമുറകളുടെ കാലത്തോ 10,000 അല്ല, അത് ലക്ഷങ്ങളും കോടികളുമായി ചോർന്നു പോകും. ആസ് യു സോ സോ യു റീപ്. ഞാൻ പറയുന്നത് ഗൗരവമായി പോകുന്നുണ്ടോ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ദൈവവചനത്തിൽ മായം ചേർക്കാൻ പറ്റുകയില്ല. ദൈവവചനമെന്ന മായമില്ലാത്ത പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുകയില്ല. ചില വെള്ളം ചേർക്കും, ചില കൂടുതൽ വെള്ളം ചേർക്കും, ചില ചെറിയ വിഷം ചേർക്കും, ചില വലിയ വിഷം ചേർക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കൃപയാൽ ജീവനുള്ള ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ വെള്ളം ചേർക്കുന്ന ശുശ്രൂഷയല്ല, വിഷം ചേർക്കുന്ന ശുശ്രൂഷയല്ല. ദൈവവചനത്തിലുള്ളത് ഉള്ളതുപോലെ പറയുന്നു. പറയുക മാത്രം ജീവിതത്തിൽ അനുഭവിക്കുവാൻ തികഞ്ഞിട്ടൊന്നുമല്ല. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. സ്തോത്രം. നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങൾ എന്തു പറയുന്നു പ്രിയരെ? കരയിൽ നിന്നൊരൽപ്പം നിൽക്കണം. മോനെ, എൻ്റെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങളുണ്ട്, ചില അഴുക്ക് ബന്ധങ്ങളുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് അന്യ സ്ത്രീകളുമായി രസിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്, അന്യ പുരുഷനുമായി രസിക്കുന്ന ബന്ധങ്ങളുണ്ട്. എല്ലാം വിടണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യ ജീവിതം വെറുതെ ആടിപ്പാടി കൈയടിച്ച് പാട്ടിപ്പാടി പോകുന്ന ജീവിതം മാത്രമല്ല. ക്രിസ്ത്യ ജീവിതം വില കൊടുക്കേണ്ട ജീവിതമാണ്. പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം. പാപമെന്ന് തോന്നുന്നതിൽ നാം ഓടിയൊഴിക്കണം. ഫ്ലീ ഫ്രം സിൻ. പാപത്തിൽ നിന്ന് ഓടുക. ഫോളോ ക്രൈസ്റ്റ്. കർത്താവിനെ പിന്തുടരുക. ഫ്ലീ, ഫോളോ, ഫൈറ്റ്, ഫിയർലെസ് ടെസ്റ്റിമണി ആൻഡ് ഫാബുലസ് റിവാർഡ്. 5 F'ൽ തുടങ്ങുന്ന വാക്കുകളുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. ഫ്ലീ ഫ്രം ഓൾ സിൻസ്. പാപത്തിൽ നിന്ന് ഓടുക. പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന പാപത്തിൽ നിന്ന് ഓടി ഒളിക്കണം, ഓടി മറയണം. എവിടെ? യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മറവിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ വചനത്തിൽ മറഞ്ഞു നാം നിന്നാൽ നമുക്ക് വിശുദ്ധീകരണം അനുഭവിക്കാം. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മുഖം കാണാം. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എൻ്റെ പ്രിയരെ, കരയിൽ നിന്ന് മാറ്റുക. യേശു പടകിൽ വന്നാൽ കരയിൽ നിന്ന് മാറ്റാൻ നിർദ്ദേശം കിട്ടും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു കരയോട്? ചിലർക്ക് മദ്യപാനമാകാം, ചിലർക്ക് പുകവലിയാകാം, ചിലർക്ക് സിനിമാ കമ്പമാകാം, ചിലർക്ക് അഴുക്ക് ജീവിതമാകാം, ചിലർക്ക് കള്ളത്തരമാകാം, ചിലർക്ക് കൊള്ളിവെപ്പാകാം, ചിലർക്ക് വഞ്ചനകളാകാം. അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ പിശാച് നിങ്ങളെ കരയോട് കെട്ടിയിട്ടിരിക്കുന്നു. എല്ലാ കെട്ടുകളും വിട്ട്, എല്ലാ കെട്ടുകളും പൊട്ടിച്ച് അരിമനാഥനായ യേശുവിനെ പിൻഗമിക്കുക. അങ്ങനെയെങ്കിൽ യേശു നിങ്ങളെ അനുഗ്രഹിക്കും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും കർത്താവ് നിങ്ങൾക്ക് യഥാർത്ഥ പാപബോധവും അനുതാപവും അതിൽ നിന്ന് തുടർന്നുള്ള രക്ഷയും മാനസാന്തരവും തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുദ്ധീകരണത്തിൻ്റെ പാതയിൽ കർത്താവ് നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ.